ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങൾ R.R.B ജെയുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന മാത്സ് ക്ലാസ് ആണ്. അപ്പം നമുക്ക് ജസ്റ്റ് മാത്സിന്റെ ഓവറോൾ സിലബസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് LCM ആൻഡ് HCFന്റെ ക്ലാസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. R.R.B ഗ്രൂപ്പ് ഡി എക്സാമിനും ഗ്രൂപ്പ് സി എക്സാമിനും കോമൺ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ്. നമുക്ക് LCM ആൻഡ് HCFന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. LCM എന്താണെന്ന് പരിചയപ്പെടാം. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് തന്നെ പഠിക്കുന്ന രീതിയിൽ തന്നെ ആദ്യം ജസ്റ്റ് കോമൺ മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2, 8, 4, 16 ഈ 4 നമ്പറിന്റെയും LCM കണ്ടുപിടിക്കാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ജസ്റ്റ് കോമൺ മെത്തേഡ് എന്താണെന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അതിന്റെ ട്രിക്കിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതിന് നമ്മൾ ആ 4 സംഖ്യയെ എടുത്തെഴുതുക. ജസ്റ്റ് നമ്മൾ ഡിവിഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം എല്ലാത്തിലും കോമൺ ആയിട്ട് 2 കൊണ്ട് നമുക്ക് എല്ലാം ഡിവിസിബിൾ ആണ്. 2 കൊണ്ട് 1, 4, 2, 8. വീണ്ടും നമുക്ക് 2 കൊണ്ട് എല്ലാത്തിനും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1, 2, 1, 4. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ LCM എന്നുള്ളത് 2 × 2 × 2 × 2, അതായത് 2⁴, that is 16. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഇത്രയും സമയം എടുക്കും ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ. അപ്പം നമുക്ക് ഇതിന്റെ ട്രിക്കിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് 2, 8, 4, 16 നാല് ഡിജിറ്റ്സ് ഉണ്ട്. ഈ 4 ഡിജിറ്റ്സിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നോക്കണം. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ 16 ആണ്. ഈ ഏറ്റവും വലിയ സംഖ്യ ഈ ഓരോ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ 16 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതിന് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ 4 സംഖ്യയുടെയും LCM 16 തന്നെയായിരിക്കും. ഇത് ഇങ്ങനെയുള്ള കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 10, 20, 30 ഈ 3 സംഖ്യയ്ക്കകത്ത് ഏറ്റവും വലിയ സംഖ്യ 30 ആണ്. പക്ഷേ ഇവിടെ 30 നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 30 നമുക്ക് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ 30യുടെ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. 30യുടെ അടുത്ത മൾട്ടിപ്പിൾ 30 × 2 അതായത് 60 ആണല്ലോ. 60യെ നമുക്ക് ബാക്കിയുള്ള 2 സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. 60യെ നമുക്ക് 10 കൊണ്ടും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാം, 20 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 3 സംഖ്യയുടെ LCM 60 ആയിരിക്കും. അടുത്തത് 2, 3, 7, 21. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 21 ആണ്. 21നെ നമുക്ക് ഓരോ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. 21നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ചെയ്യാം, 7 കിട്ടും. 7 കൊണ്ട് ചെയ്താൽ 3 കിട്ടും. പക്ഷെ ഇവിടെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 21ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. അതായത് 21 × 2 അതായത് 42. 42നെ ഈ ഓരോ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കണം. 42നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ടും ചെയ്യാം. അപ്പോൾ ഇതിന്റെ LCM എന്ന് പറയുന്നത് ഈ 4 സംഖ്യയുടെ LCM 42 ആയിരിക്കും. ഇതാണ് ഇതിന്റെ ട്രിക്ക്. ഈ സെയിം മെത്തേഡ് നമുക്ക് അടുത്ത ക്വസ്റ്റിന് ട്രൈ നോക്കാം. 3, 9, 21. ഇവിടുത്തെ ഏറ്റവും വലിയ സംഖ്യ 21 ആണ്. 21 എടുത്തെഴുതി. 21നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കിട്ടും. പക്ഷെ 21നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 21ന്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. 21ന്റെ അടുത്ത മൾട്ടിപ്പിൾ 21 × 2 42 ആണ്. 42നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പക്ഷെ 42നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അടുത്ത മൾട്ടിപ്പിൾ ആയ 21 × 3 അതായത് 63 നോക്കണം. 63 നമുക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പം ഈ 3, 9, 21 ഈ 3 സംഖ്യകളുടെ LCM 63 ആയിരിക്കും. ഇതാണ് ഇതിന്റെ ട്രിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം 8, 24, 36 ഈ 3 സംഖ്യ. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 34 ആണല്ലോ. അപ്പൊ 34നെ നമുക്ക് 36 ആണല്ലോ. 36നെ നമുക്ക് ചെക്ക് ചെയ്യാം. 36നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 36നെ അടുത്ത മൾട്ടിപ്പിൾ നോക്കാം. അതായത് 36 × 2 അതായത് 72. 72നെ നമുക്ക് 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 24 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 72 ആയിരിക്കും ഈ 3 സംഖ്യകളുടെ LCM. ഇതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ എളുപ്പമുള്ള ട്രിക്ക്. അടുത്ത വേറെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8, 11, 16. 8, 11, 16 എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ 16 ആണ്. 16 ആണെങ്കിലും ഇതിനെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 11 ഒരു പ്രൈം നമ്പർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ റിമൈനിങ് ആയിട്ടുള്ള സംഖ്യ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ, ഇതൊരു പ്രൈം നമ്പർ ആണ്. റിമൈനിങ് ആയിട്ടുള്ള സംഖ്യ പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് ആ വലിയ ഡിജിറ്റിനെ ആ പ്രൈം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 16 × 11 176 ആയിരിക്കും ഈ 3 സംഖ്യകളുടെ LCM.